ഹായ്, ഗുഡ് മോർണിംഗ്. ഇതൊക്കെ ശേഷം സുഖമാണ് എല്ലാവർക്കും. അപ്പം നമ്മളിന്ന് വിജയനോട് വീട്ടിൽ പോവാണ്. നമ്മൾ ഈ പ്രാവശ്യം വന്നിട്ട് വിജയനോട് വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പം വിജയനോട് വീട്ടിലേക്കൊന്ന് പോവാം, ചുമ്മാ എല്ലായിടത്തും കാണാം. അപ്പം അങ്ങനെ എന്താണ് പോയില്ലോ? എന്താണ് മേഡം? ഞാൻ കൂട്ടില്ല, പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇല്ല, എന്നെ വിളിക്കൂല. ഞാൻ വിളിക്കാറ് മെസ്സേജ് എന്റെ പണിപ്പെട്ട് കാണിച്ചു തരാം. കാണിച്ചാ എന്നാ പരിപാടി? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നോ? തിങ്കളാഴ്ച വന്നു. കപ്പ കപ്പ പച്ചക്കപ്പ ഉണക്കാൻ മതി. കൃഷിയുണ്ട്, ഒരു പിടി പിടിച്ചാലോ? ഞാനില്ല. പച്ചക്കപ്പ എൻ്റെ കൈക്ക് ഇളക്കാനായിട്ട് പുഴുക്ക് ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് ഇളകി. ഇതാണ് സെബ. എപ്പോഴും എവിടെ പോയാലും കൂടെ വരുന്നൊരു സെബയത്. ആ ആ ആ എന്താ? നമ്മളിപ്പോൾ ഉള്ളത് കറുത്തടുത്താണ്, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ വീട്. പുതിയതായിട്ട് എന്നെ കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാ. പഴയതായിട്ട് കാണുന്നവർക്ക് ഓൾറെഡി അറിയാം, പണ്ടത്തെ ഡെയിലി വ്ളോഗിലുണ്ടായിരുന്നു. എന്നതാടി? ഓയ് പുറത്തേക്ക് പോയത്. കാറിൻ്റെ ഡോർ ഓപ്പണാ, പുറത്തേക്ക് പിന്നെ കിട്ടൂല. പോടി, അവിടെ ഇരുന്നാൽ മതി. ആ എനിക്കാണെങ്കിലേ ഈ പിള്ളേരെ കളിപ്പിക്കാൻ അറിഞ്ഞൂടാ. പണ്ട് തൊട്ടേ അതെ, പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ, പിള്ളേരെ കളിപ്പിക്കാനൊന്നും എനിക്കറിയില്ല. അത് എന്താ സംഭവം എനിക്കറിയില്ല. എനിക്കിപ്പോൾ തുറന്നാലും മടിയൊന്നുമില്ല കേട്ടോ. അതാണ് പൊതുവേ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളൊരു പിള്ളേരുടെ പുറകെ നടക്കുന്നതാണ്. പക്ഷെ എനിക്കങ്ങനെ പശുത്തവിടെ എനിക്ക് പക്ഷെ അങ്ങനെ പിള്ളേരെ ഒന്നും കളിപ്പിക്കാൻ അറിഞ്ഞൂടാ. അതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ മഴയും വലിയ കാറ്റുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ 6 5 റബ്ബറോളം പോയി. ഇത്രയും വലിയ മഴയും കാറ്റുമായിരുന്നു. ചൂട് കാലം ഇങ്ങനെയാണ്. ഇനിയിപ്പം മഴക്കാലം വന്നു കഴിയുമ്പോൾ വീണ്ടും പ്രളയമാവും എന്നൊക്കെ കണ്ടറിയണം, ആർക്കറിയാം. പിന്നെ ഇപ്പം തന്നെ വേണ്ടേ ദുബായിലും ഒമാനിലൊക്കെ മഴ പെയ്തിട്ട് ഭയങ്കര ഒരു ശോചനീയാവസ്ഥയല്ലേ. കാറും മറ്റുമൊക്കെ വെള്ളത്തിൽ പോയി ഭയങ്കര ഒരു ശോചനീയാവസ്ഥയല്ലേ. ഇപ്പം ഇവിടെയൊക്കെ മഴ വരുമ്പോൾ നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാവും എന്നൊക്കെ. എന്താവോ എന്തോ. എവിടെ പോണു? അവിടെ നോക്ക്, അവിടെ നോക്ക്, നിന്നെ വിളിക്കുന്നു. എന്നെ വിളിക്കുന്നേ എന്തുവാ? അത് പട്ടിയല്ലേ, അങ്ങനെയല്ലല്ലോ. മറുവാട് നല്ല രസം.
ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ചേർന്ന് വരുമ്പോ വേറെ എന്തൊക്കെയോ ഈ ആഴ്ച ചേർന്നൊന്നും മനസ്സിലായിട്ടില്ല. ചേർന്ന് പറഞ്ഞു ഒരാഴ്ചയോട് നീ ഇതൊക്കെ എവിടെ പഠിച്ചത്? എന്തൊക്കെയോ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് അപ്പുറത്തെ പിള്ളേര് വന്നിട്ട് ഓരോന്ന് ഇവനോട് പറയുന്നയാ. എല്ലാം കേട്ട് കേട്ട് എന്തൊക്കെയോ പഠിച്ചു വെച്ചേക്കുവാ. പൂച്ചേന്റെ വിളിക്ക് വിളിക്ക് വിളിക്ക്. ചെമ്പോന്ന് വിളിച്ചേ. ഇങ്ങനെ വിളിച്ചേ. ഇങ്ങനെ വിളിക്കേ. സെബാന്ന് വിളിച്ചാൽ വിളിക്കുന്നു. സെബാ 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 നോക്കുന്നുണ്ട്. സെബാ സെബാ വിളിക്കുമ്പോൾ ഇങ്ങനെ വാലാട്ടുന്നേ. വിളിക്കേ വിളിക്കുമ്പോ ഇങ്ങനെ വാലാട്ടോ. കൂടുതൽ വിളിച്ചാൽ എഴുന്നേറ്റ് പോയിക്കളെ. വിളിച്ചോ, പക്ഷെ അധികം വേണ്ടത്. വിളിച്ചേ. സെബാന്ന് വിളിച്ചേ. സെബാന്ന് വിളിച്ചേ. വാന്ന് പറ, ഇങ്ങോട്ട് വാന്ന് പറ. വാന്ന് പറ ഇങ്ങനെ. വാന്ന് പറ. സെബ വാന്ന് പറ. ലുക്ക പൂച്ച എങ്ങനെ കരുന്നേ? സെബ വാന്ന് പറ. വാന്ന് പറ. സെബാ സെബ സെബ സെബാന്ന് വിളി. സെബ നോക്കുന്നുണ്ടോ? സെബാ സെബാ സ്പീഡ് ആക്കുന്നു. ആണ്ടണ്ടാട്ടാ. ആണ്ടണ്ടടി. ഹൈഫൈ ഹൈഫൈ എടുത്തേ സഭ. ഹൈഫൈ എടുക്ക. ഹൈഫൈ ഹൈഫൈ ഹൈഫൈ. കൈ കൈ വെക്ക്. കൈ വെക്ക്. അതായത് കൈ തരും. പതുക്കെ പതുക്കെ കൈ വെക്ക്. ഉണ്ടോ ഉണ്ടോ? ബാധ്യൊന്നുമില്ല. നഖമില്ല മുറിച്ചു കൊടുക്കുക. അടി നീണ്ടു വരില്ലേ നഖം? ഇടയ്ക്ക് മുറിച്ചു കൊടുക്കും. കുളിപ്പിക്കുവോ? നിന്റെ കൂടെ കിടത്തുന്ന അതിപ്പോൾ ഞാൻ മാറി മാറി കിടക്കും. ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ കൂടെയാ. ചില സമയത്ത് അമ്മേനോട് കിടക്കും. പുള്ളിക്ക് തോന്നുമ്പോൾ തോന്നുപോലെ. ഭയങ്കര പിണക്കാലുവാ. പെട്ടെന്ന് പിണങ്ങും. വാതിലടയ്ക്കാൻ പാടില്ല. വാതിലടച്ചതിന്റെ വാതിലിന്റെ അവിടെ പോയി ഭയങ്കര കരച്ചില്ല. എല്ലാം ഇത് മുൻവശം വാതിലോ? ഇവൻ റൂം അടച്ചു കഴിഞ്ഞാല് എന്നിട്ട് വാതിൽ ഇവനെ കൊണ്ട് തുറപ്പിച്ചിട്ട് ഒറ്റ ഓട്ടോ. കൊച്ചിന് ഇട്ടിട്ടുള്ള പോയിരുന്നു. ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ ഇവളെ കൊണ്ട് പോകണം. ഇല്ല, കോളേജിൽ പോകുമ്പോഴാ കോളേജിൽ പോകുമ്പോൾ കാറ് കയറ്റിയിടും. അല്ല നീ കോളേജിൽ കൂടെ വൈകുന്നേരല്ലേ വരുള്ളൂ. അന്നേരം അമ്മയുണ്ടല്ലോ. ഞങ്ങളിലാലും ഒരാൾ വേണം, അത്രേ ഉള്ളൂ. അമ്മച്ചീനെ മാന്തി. അത് അവരിഷ്ടപ്പെട്ടു. അവൻ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പൂച്ച കൊടുത്തു. ശബാ പതുക്കെ ഹൈഫൈ കൊടുക്ക്. പതുക്കെ ഹൈഫൈ കൊടുക്ക്. എനിക്ക് വേണ്ട. പതുക്കെ പതുക്കെ. അങ്ങനെ പറയല്ലേ. കൈ കാണിക്കേ. ഓക്കെ. എനിക്ക് ഹൈഫൈ തരുമല്ലോ. ഉണ്ടോ? എൻ്റെ കൈ കയറി പിടിച്ചോണ്ടോ? ഇന്നാളത്തെ വീഡിയോ കണ്ടു. ഉണ്ണീനെ കയ്യിൽ കടിച്ചു മാന്തി. ഇല്ല ശരിക്കും വേനത്തെ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിക്കില്ല. വേന എടുക്കൂല. മമ്മി ഉണ്ടായിരുന്ന കൂടെ. എന്നിട്ട് കൈ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് കടിച്ചു പറയുന്നത്. അവള് കളിക്കുന്നത്. അപ്പൊ അവൻ എന്തൊക്കെയാ ദേഷ്യം പിടിപ്പിക്കുന്നത് കാര്യം. ഇവന്റെ അടുത്ത് കളിക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ഇരിക്കും. നമ്മളൊന്നും ഇരുന്ന അങ്ങനെ കുഴപ്പമില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കും. ഇവനോട് ചാടിയെന്ന് വരില്ല. എന്നിട്ട് കുറെ നേരം അവനോട് കളിച്ചോണ്ടിരിക്കും. അവൻ കൈ അനക്കാണ്ട് വെച്ച് അന്നേരം വീണ്ടും ചെയ്യും. തൊടഞ്ഞാൻ പൊളിക്കൂടി. തൊടഞ്ഞാൻ പൊളിക്കൂടി. ഇത് അമ്മയുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. ഇവിടെ വയനാട്ടിൽ താബോർ പള്ളി എന്ന് പറയും. ഓർത്തഡോക്സ് പള്ളിയാണേ. അപ്പോൾ ആ പെരുന്നാളിൽ പ്രദക്ഷിണം പോയപ്പോൾ ഉള്ള കുറച്ച് വിഷ്വൽസാണ്. ഞാൻ കൂടിയില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ വിഷ്വൽസ് എടുത്താണ്. എനിക്ക് സുഖമില്ലായിരുന്നു. കൈവേദന പിന്നെ ആയതുകൊണ്ട് ഞാൻ കൂടിയില്ല.
ഞാനും ആദ്യമാണ് ഇത് കാണുന്നത്. എൻ്റെ ചെറുപ്പത്തിലെങ്ങാനും അന്ന് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എൻ്റെ അറിവിൽ, അതായത് എനിക്ക് അറിവായ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഇവിടെ പള്ളിപ്പെരുന്നാൾ ഇങ്ങനെ ഒന്ന് കാണുകയോ കൂടുകയൊക്കെ ചെയ്യുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ കൂടിയിട്ടും കണ്ടിട്ടൊന്നുമില്ല. അതാണ് രാത്രിയാണേ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടിക്കുന്നുണ്ട്. ശരിക്കും സാബി ഉണ്ടായിരുന്നു വണ്ടിയിൽ. അവൾ ശരിക്കും വല്ലാണ്ട് പേടിച്ച് വരണ്ടു പോയി. ഈ ഒരു വിഷ്വൽസിനോടൊപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഈ പടക്കം പൊട്ടിക്കുന്നത് മൃഗങ്ങളെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരിക്കലും ഇത് ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു പെറ്റ് പാരൻ്റ് ആയതുകൊണ്ട് പറയുകയാണ്, നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പടക്കം പൊട്ടിക്കുന്നവർക്ക് ഭയങ്കര പേടി. എനിക്കൊന്നും നമ്മുടെ മനുഷ്യരുടെ ഈ നമ്മളെന്താ പറയുക, ഇയർ ഡ്രം എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ഞാൻ കുറച്ചുകൂടെ സെൻസിറ്റീവാണ് മൃഗങ്ങളുടെ. അതിപ്പോൾ പട്ടിയിലും പൂച്ചയിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം പടക്കങ്ങളൊക്കെ പൊട്ടുമ്പോൾ പെട്ടെന്ന് അവർക്കത് റിയാക്ട് ചെയ്യുന്നത്. അവർ വല്ലാണ്ട് പേടിച്ച് വരണ്ട് പോവും. സെബ ശരിക്കും വണ്ടി ഇരുന്ന് പേടിച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷ്വൽസിനോടൊപ്പം ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വളർത്തുന്നൊരു മൃഗത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഒരു ക്രൂരതയാണത്. വളർത്തുന്ന മൃഗങ്ങളോടൊന്നുമല്ല, പൊതുവെയുള്ള മൃഗങ്ങളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതെ പറഞ്ഞു തന്ന സമയം കൊണ്ട് പ്രദക്ഷിണം എത്തി. കണ്ടോ, പ്രദക്ഷിണം മെല്ലെ 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 വരുന്നുണ്ട്. അവിടെ ആ സമയത്ത് എന്തുവാ കത്തിക്കുന്നത്? മത്താപ്പൂവാന്ന് തോന്നുന്നു. മത്താപ്പൂവായിരുന്നു. ഒന്നാമത് ഈ സുഖമില്ലാത്തതുകൊണ്ടേ അതിൻ്റേതായ കുറച്ച് ഈ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ പുതിയ പള്ളി പണിതാണ്. പള്ളിയാകാം, ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ പിന്നെ എപ്പോഴും കയറുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. കൊള്ളായിരുന്നു കേട്ടോ, രസമുണ്ട്. നീണ്ടകൃതിയിൽ ഈ പടക്കം പൊട്ടിക്കൽ മാത്രം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ കൊള്ളാം. നമുക്ക് കുഴപ്പമില്ല. അവൾ വണ്ടി ചെയ്യുന്നതുകൊണ്ട് അവൾ ഭയങ്കര പേടിച്ചു പോയി, പാവം. അപ്പോൾ ഫ്രണ്ട്സ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.